ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നത്തിങ് ഫോൺ 1 പറ്റിയാണ്. ഈ വർഷത്തെ ഏറ്റവും ഹൈപ്പിൽ ഇറങ്ങിയ സ്മാർട്ട് ഫോൺസിൽ ഒന്നാണ് നത്തിങ് ഫോൺ 1. ഇന്നലെ ആയിരുന്നു അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച്. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ കീ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എക്സാക്റ്റ് ഒരു ഐഫോണിൻ്റെ ഡിസൈനൊക്കെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്, അലൂമിനിയം ഒക്കെ വെച്ചിട്ടാണ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്ന് 3.5mm ജാക്ക് ഇതിലില്ല. അത് നമ്മൾ ഇവരുടെ TWS ഇറങ്ങിയപ്പോൾ നമുക്ക് അറിയാമായിരുന്നു 3.5mm ജാക്ക് ഇവർ വെക്കില്ല എന്നുള്ളത്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് എക്സ്പാൻഡബിൾ മെമ്മറി ഇല്ല, 2 സിം കാർഡ് സ്ലോട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുന്ന സമയത്ത് 6.55 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. ഇനി എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിൻ്റെ പ്രൊസസ്സർ 778G+ ആണ്. ഇനി ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് 4500 mAh ബാറ്ററി വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. അതേപോലെ തന്നെ 778 ആയതുകൊണ്ട് തന്നെ ഇതിൽ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ 5 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടുണ്ട്. ഈ റിവേഴ്സ് ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് വേറെ ഡിവൈസോട് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നീട് ഇതിൻ്റെ ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 50+50 ആണ് ബാക്ക് വരുന്നത്. അതിൽ മെയിൻ ക്യാമറയിൽ സോണി IMX766 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് 16 മെഗാ ക്യാമറയിൽ IMX471 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിൽ വരുന്ന വോയിസ് എന്ന് പറയുന്നത് നത്തിങ് വോയിസ് ആണ്. ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു വോയിസ് തന്നെയാണ്. അതേപോലെ ഇവർ ഉറപ്പ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 3 മേജർ അപ്ഡേറ്റ്സും അതേപോലെ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ്. അതായത് ഔട്ട് ഓഫ് ദി ബോക്സ് സ്മാർട്ട് ഫോണിൽ വരുന്ന ആൻഡ്രോയിഡ് 12 13, 14, 15 വരെയുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. ഇതിൻ്റെ പ്രൈസിങ്. ഇതിൻ്റെ 8GB 128GB വേരിയൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് 32,999 ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് നിങ്ങൾക്ക് ചാർജർ വരില്ല. ചാർജറിന് ഒരു 1000 രൂപ കൂട്ടിയാൽ ഏകദേശം ഒരു 34,000 രൂപയ്ക്കായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇനിയാണ് പറയാനുള്ളത്, ഈ പ്രൈസിങ്ങിൽ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുമോ എന്നുള്ളത് ഒരു വലിയ കൺഫ്യൂഷനാണ്. കാരണം ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞ പൈസയ്ക്ക് ഏറ്റവും നല്ല കൂടുതൽ സ്പെസിഫിക്കേഷൻസ് തരുന്ന സ്മാർട്ട് ഫോൺസ് വിറ്റ് പോകുന്നൊരു മാർക്കറ്റാണ്. അതേപോലെ ഈ ഒരു 33,000 റേഞ്ചിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നല്ല സ്മാർട്ട് ഫോൺസ് കറൻ്റ്ലി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിറ്റ് പോകുന്നതിനെ പറ്റിയുള്ള കാര്യം ഭയങ്കര കൺഫ്യൂഷനാണ്. ഇനി ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് ഒരുപാട് അൺബോക്സിങ് വീഡിയോസ് കണ്ടതിൽ എല്ലാവരും എടുത്തു പറയുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ആ ഗ്ലാസ്സിനകത്ത് നിന്നിട്ടുള്ള ലൈറ്റിങ്. ഇല്ല, പള്ളിപ്പറമ്പിൽ നമ്മൾ ലൈറ്റ് കെട്ടി തൂക്കിയിട്ടേക്ക് നിന്നിട്ടുള്ളൊരു സെറ്റപ്പാണത്. എനിക്ക് അത്ര മാത്രമേ തോന്നിയിട്ടുള്ളൂ. കാരണം അതൊരു കിടിലം ഫീച്ചറായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതൊരു ഡിസൈൻ ഗിമ്മിക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു സാധനമാണ്. അതായത് ഫോൺ നമുക്ക് ഫോൺ വരുന്ന സമയത്ത്, നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒക്കെ ഈ ലൈറ്റ് കത്തുന്ന സംഭവം. അപ്പോൾ ഇത് എത്ര പേര് യൂസ് ചെയ്യുന്നുള്ളത് വളരെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ചിലപ്പോൾ നിങ്ങൾ ആ ഇനീഷ്യൽ സമയങ്ങളിലൊക്കെ ചിലപ്പം യൂസ് ചെയ്യുമായിരിക്കും. അതിനുശേഷം ഇത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളത് കസ്റ്റമൈസ് ചെയ്ത് ഓഫ് ചെയ്തിടാനുള്ള ചാൻസാണ് കൂടുതൽ. പിന്നീട് ഇതൊരു ട്രാൻസ്പെറൻറ്റ് കേസ് യൂസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ലൈറ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ബാഗിൽ ഒരു അല്ലാത്ത കവറാണ് മേടിച്ചിടുന്നതെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് അവിടെയും യൂസ് ആയിട്ടുള്ള സാധനമല്ല. ഇപ്പോൾ ഈ ഒരു ലൈറ്റിന് വേണ്ടി മാത്രം ഒരു 4,000 രൂപ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. പിന്നീട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഇതിൻ്റെ വോയിസ് ആണ്. ഇതിൻ്റെ നത്തിങ് OS അത്യാവശ്യം നല്ല OS ആയിരിക്കാനാണ് സാധ്യത. ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ കൃത്യമായിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസത്തിന് ശേഷം മാത്രമേ കിട്ടത്തുള്ളൂ. 2 കാര്യങ്ങളിലാണ് എക്സ്പെക്റ്റേഷൻ ഉള്ളത്. ഒന്ന് യൂസർ ഇൻ്റർഫേസും അതേപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ട് ഒപ്റ്റിമൈസേഷനും ക്യാമറ ഒപ്റ്റിമൈസേഷനും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പെർഫോമൻസ് കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ പറയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങേണ്ട ആവശ്യമില്ല. ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 5-6 മാസം വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു ക്യാമറയുടെ ഒരു യൂസർ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് മാത്രം ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുക. അല്ലാതെ ഈ ഒരു ലൈറ്റ് മാത്രം നോക്കിയിട്ട് ഒരിക്കലും ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു നത്തിങ് ശ്രമിക്കുന്നത് ഐഫോണിനെ പോലുള്ള ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടായിരിക്കണം അവർ ആദ്യം ഒരു TWS ഇറക്കിയത്. അപ്പോൾ ഈ TWS നമ്മൾ വയർലെസ് ചാർജിങ് സപ്പോർട്ടഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു TWS ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3.5mm ജാക്ക് ഇതിൽ വരുന്നില്ല. അപ്പോൾ ഇത് വയർലെസ് വഴി കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ TWS ചാർജ് ചെയ്യാൻ പറ്റും. ഇനിയും ഇതേപോലെ ഈ ഒരു എക്കോ സിസ്റ്റത്തിലേക്ക് വരുന്ന പ്രൊഡക്ട്സ് മിക്കവാറും അവർ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നത്തിങ് സ്മാർട്ട് ഫോണിനെ പറ്റി ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. അതായത് ഇപ്പോൾ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രോപ്പ് ചെയ്യുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. 2-3 മാസം വെയിറ്റ് ചെയ്തിട്ട് ഒരു ഫുൾ റിവ്യൂസ് ഒക്കെ വന്ന ശേഷം മാത്രം ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.